ഹലോ വെൽക്കം ബാക്ക് ടു എമ്മി മലബാർ. ഇന്ന് നമ്മൾ ഡാൽഗോണ ക്യാൻറ്റീൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന നമ്മുടെ ഡാൽഗോണ കോഫി, ഡാൽഗോണ കേക്ക്, ഡാൽഗോണ പുഡിങ്, അങ്ങനെ കുറേ ഐറ്റംസ് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ നമുക്ക് സ്പെഷ്യലായിട്ട് ഒരു ഡാൽഗോണ ക്യാൻഡി തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഡാൽഗോണ എന്ന് പറയുന്നത് കൊറിയൻ സ്വീറ്റാണ്. അതായത് ഈ ക്യാൻഡീനെയാണ് അവർ ഡാൽഗോണ എന്ന് വിളിക്കുന്നത്. വെറും 2 ചേരുവകൾ മാത്രം മതിയാകും നമുക്കത് ചെയ്തെടുക്കാനായിട്ട്. അതും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ചേരുവകൾ മാത്രം. അപ്പോൾ ലോക്ക്ഡൗൺ ആയതിൻ്റെ പേരിൽ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ സ്പെഷ്യലായിട്ട് നമുക്ക് ഡാൽഗോണ ക്യാൻഡി തന്നെ ചെയ്തെടുക്കാം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. പിന്നെ മാത്രമല്ല, നമുക്കിതിനെ ഡാൽഗോണ ക്യാൻഡി എന്ന് പറയണ്ട, ലോക്ക്ഡൗൺ മിഠായി എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ ഈ ലോക്ക്ഡൗൺ മിഠായി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ബട്ടർ പേപ്പർ സെറ്റാക്കി വെക്കണം. ബട്ടർ പേപ്പർ ഇല്ലാത്തവർ വിഷമിക്കേണ്ട. ബട്ടർ പേപ്പർ ഇല്ലാതെ സാധാ സ്റ്റീൽ പാത്രത്തിൽ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് സ്റ്റീൽ പാത്രത്തിൽ ചെയ്യാൻ പറ്റില്ല എന്നാണ്. പക്ഷേ സ്റ്റീൽ പാത്രത്തിൽ ചെയ്യാം. പിന്നെ നിങ്ങൾ സ്റ്റീൽ പാത്രത്തിൽ നെയ്യൊന്നും പുരട്ടിയില്ലെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ബട്ടർ പേപ്പർ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു സോസ് പാൻ എടുക്കുക. അതിലേക്ക് ഞാനിത് 1/2 കപ്പ് മുഴുവനായിട്ടില്ല, ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം. വളരെ കുറഞ്ഞ തീയിൽ വെക്കണം. നമ്മൾ മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. പിന്നെ ഈ പഞ്ചസാര ഇളക്കാനായിട്ട് നമ്മൾ ഈ പത്തിരിമാവൊക്കെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കൈലിൻ്റെ മറ്റേ അറ്റമില്ലേ, അതായത് നമ്മൾ പിടിക്കുന്ന ഭാഗം, ആ ഭാഗം വെച്ചിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. അങ്ങനെയാകുമ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്യാനും പിന്നെ പഞ്ചസാര അതിൽ പറ്റി പിടിക്കുന്ന അളവൊക്കെ ഒരല്പം കുറഞ്ഞു കിട്ടും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കബാബ് സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അത് മാത്രം മതിയാകും. എൻ്റെ കയ്യിൽ ഇപ്പോൾ കബാബ് സ്റ്റിക്ക് ഇല്ല. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ ഈ കയ്യിലിൻ്റെ മറ്റേ അറ്റം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇപ്പോഴും വളരെ കുറഞ്ഞ തീയിലാണ് വെച്ചിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഉരുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ ഇത്തിരി പഞ്ചസാര നനവുള്ള പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അത് മെൽറ്റായി വരാൻ തുടങ്ങി എന്നാണ് അർത്ഥം. പഞ്ചസാര എല്ലാം നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് വളരെ പിഞ്ച്, ഏകദേശം 1/4 ടീസ്പൂൺ ഇല്ല, ആ ഒരു അളവിൽ നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ നമുക്ക് 1/2 ടീസ്പൂൺ വരെ എടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ ക്യാൻഡി നല്ല സോഫ്റ്റായി വരാനും മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തേനീച്ചക്കൂടിൻ്റെ ഉൾവശം കണ്ടിട്ടില്ലേ, അതുപോലെ നമുക്ക് നിറയെ ഹോൾസായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷെ അത് അത്ര നല്ലതല്ല. അതിൻ്റെ പേരിലാണ് ഞാൻ വളരെ അല്പം ചേർത്തത്. അപ്പോൾ ഇത് മിക്സായ ഉടനെ തന്നെ നമ്മളിത് ബട്ടർ പേപ്പറിലേക്ക് മാറ്റണം. ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റിലേക്കോ മാറ്റണം. അല്ലെങ്കിൽ ഇതിലിരുന്നിട്ട് തന്നെ അങ്ങ് സെറ്റായി പോകും. അപ്പോൾ എനിക്ക് ക്യാമറയും പിന്നെ ഇതും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായി. അപ്പോൾ അതിൻ്റെ പേരിൽ ഇത് ഒരിത്തിരി സെറ്റായി പോയി. പക്ഷെ എന്നാലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 3 ക്യാൻഡി നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. 3 ക്യാൻഡി കിട്ടിയതിന് ശേഷം ഞാൻ വീണ്ടും ഇത് സ്റ്റൗവിൽ വെച്ച് നോക്കി, ഇനി ഇത് മെൽറ്റായി വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ക്യാൻഡി ഞാൻ ഒരു ലോലിപ്പോപ്പ് സ്റ്റൈലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ഒഴിച്ച ഉടനെ നമ്മൾ ഒരു ഈർക്കിൽ വെച്ച് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഒരു സ്പൂണ് വെച്ച് കൊടുത്താലും മതി, അതങ്ങ് സെറ്റായിക്കോളും. അപ്പോൾ ഞാൻ ഷുഗർ ബോൾസ് ഇട്ട് നോക്കി. ഒരെണ്ണത്തിൻ്റെ മുകളിൽ പിടിച്ചു, മറ്റേതിന് മുകളിൽ പിടിച്ചില്ല. അപ്പോഴേക്കും അത് സെറ്റായി തുടങ്ങി. അപ്പം നിങ്ങൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ നിങ്ങൾ ബട്ടർ പേപ്പറിലേക്കൊക്കെ മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 5-6 ക്യാൻഡിയൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഈ ഒരു അളവ് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ പാത്രത്തിൽ ബാക്കിയുള്ള ക്യാൻഡി ഒന്നും കൂടി ചൂടാക്കിയാൽ എന്താകും എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ നമുക്ക് കിട്ടി, ഒരു ചെറിയ ക്യാൻഡി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി. പക്ഷേ ഒരു ചെറുതായിട്ട് ഒരല്പം കരിഞ്ഞു പോയിട്ടുണ്ട്. എന്ന് വെച്ച് കരിഞ്ഞ ടേസ്റ്റ് വല്ലാതെ ഇല്ല, എന്നാലും മറ്റേതിൻ്റെ അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നില്ല. അപ്പോൾ ഇതാണ് ആ ക്യാൻഡി. അത് ഞാൻ സ്റ്റീൽ പ്ലേറ്റിലാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചത്. ഓയിലൊന്നും സ്പ്രെഡ് ചെയ്തിട്ടില്ല. സ്റ്റീൽ പ്ലേറ്റിൽ അങ്ങ് ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ക്യാൻഡി തയ്യാറാക്കിയ പാത്രം ഇതുപോലെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പോൾ നമുക്ക് പാത്രം പെട്ടെന്ന് ക്ലീൻ ആയിട്ട് കിട്ടും. ആ കാര്യം മറന്നു പോകരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഡാൽഗോണ ലോലിപ്പോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റാണ്, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. വളരെ ഹാർഡായിട്ടൊന്നും ഇതില്ല. സാധാ ഒരു മിഠായിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഈ പഞ്ചസാര ഉരുക്കിയെടുക്കുമ്പോൾ
നല്ല കട്ടിയുള്ള പാത്രം എടുക്കുക. ചെറിയ പാത്രമൊന്നും, വെയിറ്റ് കുറഞ്ഞ പാത്രം എടുക്കരുത്. അപ്പോൾ നമുക്കത് ശരിയായി കിട്ടില്ല. ഒരു അയൺ പാത്രമോ അല്ലെങ്കിൽ ഞാനെടുത്ത പോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ കാര്യം മറന്നു പോകരുത്. അപ്പോൾ ഇതാ നമ്മുടെ ലോക്ക്ഡൗൺ മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്